2004 സെപ്റ്റംബർ 1 പ്രഭാതം. റഷ്യയിലെ നോർത്ത് ഒസഷ്യയിലെ ബെസ്ലാൻ പട്ടണം. ആ പട്ടണത്തിലെ ഒരു സ്കൂളാണ് സ്കൂൾ നമ്പർ 1. അന്നത്തെ ദിവസത്തിന് ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം അന്ന് ആ സ്കൂളിലെ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസമായിരുന്നു. ഫസ്റ്റ് ബെൽ അല്ലെങ്കിൽ നോളജ് ഡേ എന്ന് അറിയപ്പെടുന്ന ദിനം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ മാതാപിതാക്കളും സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിലേക്ക് ഇങ്ങനെ അധ്യാപകരും വിദ്യാർത്ഥികളും ബന്ധുക്കളും എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് സമാന്തരമായി മറ്റൊരു സംഭവവും അരങ്ങേറുന്നുണ്ടായിരുന്നു. ഒസഷ്യയുടെ കിഴക്കും ചെച്ചിനിയയുടെ പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന ഒരു തീവ്രവാദി താവളത്തിൽ നിന്നും അപ്പോൾ ഒരു വാഹനം പുറപ്പെട്ടിരുന്നു. സൈനിക വേഷമായിരുന്നു അവരുടേത്. ചിലരുടെ അരയിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി ഗുരിക്കോ എന്ന ഗ്രാമത്തിൽ എത്തിയപ്പോൾ ഒരു പോലീസ് വാഹനം എതിരെ വരുന്നത് അവർ കണ്ടു. അവർ വണ്ടി തടഞ്ഞു നിർത്തി അതിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഗുരാഷേവിനെ പിടികൂടി ആ വാഹനം സ്വന്തമാക്കി. പക്ഷേ ഗുരാഷേവിനെ കൂടെ കൂട്ടാൻ അവർ മടിച്ചില്ല. അങ്ങനെ അയാളെയും കൂട്ടി അവർ മുന്നോട്ട് പോയി. ബെസ്ലയിൽ എത്തിയപ്പോൾ തീവ്രവാദികൾ ഗുരാഷേവിനെ ഉപേക്ഷിക്കുകയും അയാളുടെ പക്കലുള്ള ഡ്യൂട്ടി തോക്കും ബാഡ്ജും സ്വന്തമാക്കി സ്കൂളിലേക്ക് പ്രവേശിക്കുകയുമായിരുന്നു. ഇനി നമുക്ക് വീണ്ടും സ്കൂൾ നമ്പർ 1 പോകാം. അവിടെ ഇപ്പോഴും വിദ്യാർത്ഥികളും മാതാപിതാക്കളും എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 700ഓളം വിദ്യാർത്ഥികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആനുപാതികമായി അധ്യാപകരും സ്കൂൾ ജീവനക്കാരും വേറെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെ ഒന്നും കൂടാതെ 700 കുട്ടികളുടെ മാതാപിതാക്കളും ബന്ധുക്കളും സന്ദർശകരും ആയി വളരെ എണ്ണം കൂടുതലായിരുന്നു. കുട്ടികളുടെ മുഖത്ത് സന്തോഷത്തിന്റെ തിരയിളക്കം ഉണ്ടായിരുന്നു. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു സുപ്രധാന നിമിഷമാണ്, ദിവസമാണ്. പക്ഷേ അവരുടെ ചിരികൾ മാഞ്ഞു പോകാൻ നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് കുട്ടികളോ മാതാപിതാക്കളോ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. സമയം രാവിലെ 9:11. ഈ സമയം ഒരു പോലീസ് വാഹനം സ്കൂളിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. തൊട്ടുപിന്നാലെ പട്ടാള ട്രക്കും. പോലീസിനും പട്ടാളത്തിനും സ്കൂളിൽ എന്താണ് കാര്യം എന്ന് ആരും ചോദിച്ച് തല പുകയ്ക്കുന്നതിന് മുൻപ് പെട്ടെന്ന് വെടിയൊച്ച മുഴങ്ങി. അക്രമികൾ ആകാശത്തേക്ക് വെടിവെച്ചതായിരുന്നു അത്. വെടിയൊച്ച അതുവരെയുള്ള ശബ്ദ കോലാഹലങ്ങളെ എല്ലാം ഒന്നടങ്കം വിഴുങ്ങി. സ്കൂളിന്റെ പരിസരം പെട്ടെന്ന് നിശബ്ദമായി. കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും പെട്ടെന്നുള്ള ഈ വെടിയൊച്ച കേട്ട് പരിഭ്രമിക്കുകയുണ്ടായി. അടുത്ത നിമിഷം സ്കൂൾ മുറ്റത്തു നിന്ന് നിലവിളികൾ ഉയർന്നു. അതെ, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കൂൾ വെടിവെപ്പാണ് അവിടെ സംഭവിച്ചത്. ബെസ്ലാൻ സ്കൂൾ ഉപരോധം എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട അനിഷ്ടകരമായ ആ സംഭവത്തിനാണ് ലോകം അന്ന് സാക്ഷ്യം വഹിച്ചത്. സെപ്റ്റംബർ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ 777 കുട്ടികൾ ഉൾപ്പെടെ 1000-ലധികം പേരെ ബന്ദികളാക്കപ്പെടുകയും 186 കുട്ടികളെ ഉൾപ്പെടെ 334 പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഏറ്റവും അനിഷ്ടകരവും ദുഃഖകരവുമായ സംഭവം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ സംഭവങ്ങളെ കുറിച്ചാണ്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ദേശീയതയുടെയും പ്രതികാരത്തിന്റെയും ഭീകരതയുടെയും അനന്തരഫലമായിരുന്നു ബെസ്ലാൻ സ്കൂൾ ഉപരോധം എന്ന് ഒറ്റവാക്കിൽ പറയാം. എങ്കിലും അതിൽ പ്രധാന കാരണം ചെച്ചിനിയും റഷ്യയും തമ്മിലുള്ള സംഘർഷം തന്നെയായിരുന്നു. റഷ്യയിലെ ഒരു ചെറിയ പ്രദേശമായിരുന്നു ചെച്നിയ. റഷ്യയുടെ തെക്കൻ ഭാഗത്ത് കൗസക്ക് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രദേശം. ഇവിടുത്തെ ജനങ്ങളെ ചെച്ചൻസ് എന്നാണ് വിളിക്കുന്നത്. ഇസ്ലാമാണ് ഇവരുടെ പ്രധാന മതം. 19-ാം നൂറ്റാണ്ടിലാണ് റഷ്യ ചെച്നിയ കീഴടക്കുന്നത്. പിന്നീട് ഈ പ്രദേശം സോവിയറ്റ് യൂണിയന്റെ ഭാഗമാവുകയായിരുന്നു. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ചെച്നിയ സ്വാതന്ത്ര്യം പ്രാപിച്ചു. എങ്കിലും റഷ്യ അതിന് അംഗീകാരം നൽകിയില്ല. ഇതേ തുടർന്നാണ് റഷ്യയും ചെച്നിയയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. 1994 മുതൽ 1996 വരെ ഈ യുദ്ധം നീണ്ടു നിന്നു. റഷ്യയുടെ ഭാഗം ആയിരിക്കണോ അതോ ചെച്നിയ സ്വതന്ത്ര രാജ്യമായി മാറണോ? ഈ വിഷയത്തിന്റെ പേരിലായിരുന്നു യുദ്ധങ്ങൾ മുഴുവനും നടന്നത്. ചെച്നിയയുടെ നേതാവായിരുന്നത് സോക്കർ ചുദായേവ് ആയിരുന്നു. റഷ്യയുടെ നേതാവ് ബോറിസ് യെല്ലനും. ചെച്നിയയുടെ സ്വാതന്ത്ര്യവാദം റഷ്യ അംഗീകരിച്ചു കൊടുത്തില്ല.
തന്മൂലം റഷ്യൻ സൈന്യം 1994-ൽ ചെച്നിയയിലേക്ക് അതിക്രമിച്ച് കയറുകയുണ്ടായി. ചെച്നിയയുടെ തലസ്ഥാനമായ ഗ്രോസ്നി യുദ്ധഭൂമിയായി മാറാൻ തെല്ലും സമയമെടുത്തില്ല. നഗരം തകർത്ത് റഷ്യൻ സൈന്യം മുന്നേറിയെങ്കിലും ചെച്നിയ ശക്തമായി റഷ്യക്ക് നേരെ തിരിച്ചടിച്ചു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കിയാണ് ചെച്നിയ തിരിച്ചടിച്ചത്. ഗറില്ല ആക്രമണങ്ങളും അപ്രതീക്ഷിത ആക്രമണങ്ങളുമെല്ലാം അതിന്റെ ഭാഗമായിരുന്നു. 1996-ൽ ചെച്ചൻ സൈന്യം റഷ്യയിൽ നിന്ന് തങ്ങളുടെ പ്രദേശത്തെ സ്വതന്ത്രമാക്കി. അതോടെ റഷ്യ ചർച്ചയ്ക്ക് തയ്യാറാവുകയും സമാധാന കരാർ നിലവിൽ വരികയും ചെയ്തു. റഷ്യൻ സൈന്യത്തിന്റെ പിൻവാങ്ങലും ചെച്നിയയ്ക്ക് താൽക്കാലിക സ്വയംഭരണവുമായിരുന്നു കരാറിന്റെ ഫലങ്ങൾ. ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു. സ്ഥിരമായ സമാധാനം അവിടെ ഇല്ലാതെ പോവുകയും പ്രദേശത്ത് അസ്ഥിരതകൾ വർദ്ധിക്കുകയും ചെയ്തു. ഇതുതന്നെയാണ് രണ്ടാം ചെച്ചൻ യുദ്ധത്തിന് കാരണമായി മാറിയത്. ചെച്നിയയ്ക്ക് ഭാഗികമായ സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയും ഭീകര സംഘങ്ങൾ വളർച്ച പ്രാപിക്കുകയും ചെയ്തു. കേന്ദ്രഭരണത്തിന്റെ നിയന്ത്രണം കുറഞ്ഞതോടെ ഈ പ്രദേശം അശാന്തിയുടെയും അക്രമത്തിന്റെയും ക്രമരാഹിത്യങ്ങളുടെയും പ്രദേശമായി മാറി. രണ്ടാം ചെച്ചൻ യുദ്ധം. അന്ന് റഷ്യയുടെ നേതാവ് വ്ളാദിമിർ പുടിൻ ആയിരുന്നു. ചെച്നിയയിലെ ഭീകരതയ്ക്കെതിരെ ശക്തമായ നീക്കങ്ങളാണ് പുടിൻ നടത്തിയത്. ഏതു വിധേനയും ഭീകരതയെ അടിച്ചമർത്തുകയും തുടച്ചു നീക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തുടർന്ന് റഷ്യ ചെച്നിയ പിടിച്ചെടുക്കുകയും മറ്റ് പ്രധാന നഗരങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിൽ ആക്കുകയും ചെയ്തു. ഈ രണ്ടാം ചെച്ചൻ യുദ്ധത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു ബെസ്ലൻ സ്കൂൾ ഉപരോധം. റഷ്യയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തങ്ങളുടെ ലക്ഷ്യം സാധിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തീവ്രവാദികൾ ആസൂത്രണം ചെയ്തതായിരുന്നു സ്കൂൾ ഉപരോധം. അതിന് ബലിയാടുകളായത് നിഷ്കളങ്കരായ കുട്ടികളായിരുന്നു എന്നതാണ് ഈ ദുരന്തത്തിന് പിന്നിലെ ഏറ്റവും വലിയ സങ്കടകരമായ വസ്തുത. നമുക്ക് വീണ്ടും ആ സെപ്റ്റംബർ 1 മടങ്ങിപ്പോകാം. പോലീസ് വാഹനം കവർന്നെടുത്തതിന് ശേഷം ബുരാഷേവിനെ ഉപേക്ഷിച്ചാണ് തീവ്രവാദി സംഘം സ്കൂളിലേക്ക് പ്രവേശിച്ചത് എന്ന് പറഞ്ഞുവല്ലോ. ബുരാഷേവ് വേഗം തന്നെ ഇക്കാര്യം പോലീസ് വകുപ്പിൽ വിവരം അറിയിച്ചു. അപ്പോഴേക്കും തീവ്രവാദികളുടെ സംഘം രണ്ടാമത്തെ ട്രക്കിൽ സ്കൂളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സ്കൂൾ അധികാരികൾക്ക് ആദ്യം ഇവരെ തീവ്രവാദികളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. റഷ്യയിലെ പ്രത്യേക സുരക്ഷാ സേനയിലെ അംഗങ്ങളാണ് ഇവരെ എന്നാണ് ആദ്യം മറ്റുള്ളവർ കരുതിയത്. പ്രത്യേകിച്ച് പോലീസ് വാഹനത്തിലും ട്രക്കിലും വേഷം മാറിയായിരുന്നുവല്ലോ ഇവർ വന്നത്. എന്നാൽ ആകാശത്തേക്ക് വെടിവെക്കുകയും കുട്ടികളെയും മാതാപിതാക്കളെയും അധ്യാപകരെയും സ്കൂൾ കെട്ടിടത്തിലേക്ക് ഓടിച്ചു കയറ്റുകയും ചെയ്തപ്പോഴാണ് തങ്ങൾ വലിയൊരു അപകടത്തിലാണ് എന്നും അവർ തീവ്രവാദികളാണ് എന്നും സ്കൂൾ അധികാരികൾക്ക് മനസ്സിലായത്. നിമിഷ നേരം കൊണ്ട് തീവ്രവാദികൾ സ്കൂൾ കെട്ടിടം പിടിച്ചെടുത്തു. 1100 പേരെയാണ് ബന്ദികളാക്കിയത്. എന്നാൽ ഗവൺമെന്റ് ഇത് 200-നും 300-നും ഇടയിലാണ് എന്നാണ് ആദ്യം അറിയിച്ചത്. ആളുകൾക്കിടയിൽ ഭീതി പരക്കാതിരിക്കാൻ ബോധപൂർവമായ ശ്രമമായിരുന്നു അത്. ഇതിനിടയിൽ 50ഓളം പേർ ഓടി രക്ഷപ്പെട്ടു. 100ഓളം പേർക്ക് മറ്റ് പലയിടങ്ങളിലായി ഓടി ഒളിക്കാൻ സാധിച്ചു. അപ്പോഴേക്കും പോലീസ് പാഞ്ഞെത്തി കഴിഞ്ഞിരുന്നു. പോലീസും തീവ്രവാദികളും തമ്മിൽ വെടിവെപ്പ് ആരംഭിച്ചു. ഇതിൽ 8ഓളം പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരു തീവ്രവാദിയും ഉണ്ടായിരുന്നു. 12ഓളം പേർക്ക് പരിക്കേറ്റു. അത്യന്തം സംഘർഷഭരിതമായ അവസ്ഥ. തീവ്രവാദികൾ ബന്ദികളെ മുഴുവൻ തോക്കിൻ മുനയിൽ നിർത്തി സ്കൂൾ ജിമ്മിലേക്കാണ് കൊണ്ടുപോയത്. ബന്ദികളുടെ മൊബൈൽ അവർ പിടിച്ചെടുത്തു. റഷ്യൻ ഭാഷയിൽ സംസാരിക്കാനാണ് തീവ്രവാദികൾ ബന്ദികളോട് ആവശ്യപ്പെട്ടത്. ആളുകൾ ഭയചകിതരായി മാറുകയും ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു. മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ. കുട്ടികളുടെ നിലവിളികൾ ഇല്ലാതാക്കാൻ ഒരാൾക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. അവർ അച്ഛനെയും അമ്മയെയും വിളിച്ച് കരഞ്ഞു. ചിലരുടെ ഒപ്പം അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നത് മാത്രമായിരുന്നു ഏക ആശ്വാസം. ഒരു വിദ്യാലയത്തിൽ ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാനാണ്? ബന്ദികളാക്കപ്പെട്ടവർ വാവിട്ട് നിലവിളിക്കുകയും ഭീതിയാൽ നിറയപ്പെടുകയും ചെയ്തപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും ബന്ദികളിൽ തന്നെ ചിലരുണ്ടായിരുന്നു. അവർ ബന്ദികളെ ധൈര്യപ്പെടുത്തുകയും പ്രതിസന്ധികളെ നേരിടാൻ പ്രാപ്തരാക്കുകയും ചെയ്തു. എന്നാൽ ബന്ദികളുടെ ഈ ധൈര്യം ഭീകരന്മാർക്ക് ഇഷ്ടമായില്ല. അവരിൽ ചിലരെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു. പിന്നീട് ഈ മൃതദേഹങ്ങൾ അവർ സ്പോർട്സ് ഹാളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി. ഈ സമയം ബന്ദികൾക്ക് ശബ്ദിക്കാൻ പോലും സാധിച്ചില്ല. ഏത് നിമിഷം വേണമെങ്കിലും തങ്ങളും ഇതുപോലെ കൊല്ലപ്പെടാം എന്ന് തിരിച്ചറിഞ്ഞ് സാത്താന്റെ മുൻപിൽ നിൽക്കുന്നവരെ പോലെ അവരുടെ മനസ്സും ശരീരവും പേടിയാൽ തണുത്ത് ഉറഞ്ഞുപോയി. ബന്ദികളിൽ ഏറ്റവും കരുത്തരെന്ന് തോന്നിക്കുന്ന ചിലരെ തിരഞ്ഞുപിടിച്ച് 2ാം നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് അക്രമികൾ പിന്നീട് ചെയ്തത്. ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ബന്ദികൾ 20ഓളം പേരുണ്ടായിരുന്നു. അവരെ ആദ്യം അക്രമികൾ ക്രൂരമായി മർദ്ദിച്ചു. പിന്നെ നിലത്ത് കിടക്കാൻ ആജ്ഞാപിച്ചു. അതിനുശേഷം അവരെ ഓരോരുത്തരെയായി വെടിവെച്ച് കൊന്നു. ഇതിനിടയിൽ ഒരാൾ എങ്ങനെയോ ജനാലയിലൂടെ ചാടി രക്ഷപ്പെട്ടു. പക്ഷേ അയാളുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലായി. താഴെ തീവ്രവാദികൾക്കായി വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്ന പോലീസുകാരുടെ വലയിലേക്കാണ് അയാൾ വന്നു വീണത്. അയാളെക്കുറിച്ച് മുൻധാരണകളൊന്നും ഇല്ലാതിരുന്ന പോലീസുകാരാകട്ടെ അയാൾ ഒരു ബന്ദിയാണ് എന്ന് മനസ്സിലാക്കിയില്ല.
തീവ്രവാദി സംഘത്തിൽപ്പെട്ട ആളാണ് എന്ന് സംശയിച്ച അവർ അയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. അവശേഷിക്കുന്ന ചില ബന്ദികളെ കൊണ്ടാണ് കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹം കെട്ടിടത്തിന്റെ താഴേക്ക് വലിച്ചെറിഞ്ഞതും ഹാളിലുണ്ടായിരുന്ന രക്തം തുടച്ചു നീക്കിയതും. ഈ സമയമെല്ലാം റഷ്യൻ പോലീസായ മിലീഷ്യ ഇന്റേണൽ ട്രൂപ്പുകൾ, റഷ്യൻ ആർമി ഫോഴ്സ്, സ്പെറ്റ്നാസ്, റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ എലൈറ്റ് ആൽഫ, റഷ്യൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്പെഷ്യൽ യൂണിറ്റുകൾ എന്നിങ്ങനെ വന്ന് സുരക്ഷാ വലയം സ്കൂളിന് ചുറ്റും നിരന്നു കഴിഞ്ഞിരുന്നു. സ്കൂൾ ജിമ്മിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന 3 അപ്പാർട്ട്മെന്റുകൾ ഒഴിപ്പിച്ചെടുത്ത് സേന അവിടം കയ്യേറി. എന്നാൽ ക്രമീകരണങ്ങളുടെയും പ്രതിരോധത്തിന്റെയും കാര്യത്തിൽ ഭരണകൂടത്തിനും പാളിച്ചകൾ പറ്റിയതായി പിന്നീട് വിലയിരുത്തപ്പെടുകയുണ്ടായി. ആളുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ ആംബുലൻസുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുടെ കാര്യത്തിലോ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. മതിയായ വിധത്തിൽ അവയൊന്നും ഉണ്ടായിരുന്നുമില്ല. ആൾക്കൂട്ടത്തിനിടയിൽ സ്പെഷ്യൽ വോളണ്ടിയർ മിലിഷ്യാമെന്നും സാധാരണക്കാരും ഉണ്ടായിരുന്നു എന്നതിനാൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായിരുന്നു. 5000-ഓളം പേരാണ് സ്കൂൾ പരിസരങ്ങളിലായി തടിച്ചുകൂടിയത്. അവരെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചില്ല. സ്കൂൾ ഉപരോധത്തെക്കുറിച്ച് പറയുമ്പോൾ റഷ്യ ഇതിനു മുൻപ് കടന്നുപോയ മറ്റൊരു ബന്ദി പ്രതിസന്ധിയെക്കുറിച്ച് കൂടി പറയേണ്ടി വരും. കാരണം അവിടെയും പ്രശ്നക്കാരായിരുന്നത് ചെച്ചൻ ഭീകരവാദികൾ തന്നെയായിരുന്നു. 2002-ലായിരുന്നു പ്രസ്തുത സംഭവം. അന്ന് ഭീകരർ മോസ്കോയിലെ തിരക്കേറിയ ഡുബ്രോവ്സ്ക തിയേറ്ററാണ് പിടിച്ചെടുത്തത്. 50ഓളം അക്രമികളാണ് മുഖംമൂടി ധരിച്ച് നാടക ഹാളിലേക്ക് ബസ്സിൽ ഇടിച്ചു കയറിയത്. അവർ വെടിയുതിർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചെച്നിയ പ്രദേശത്തിന്റെ ഉടമസ്ഥാവകാശത്തെയും ഭരണപരമായ അധികാരത്തെയും ചൊല്ലിയായിരുന്നു ഇത്തവണയും ബന്ദി പ്രശ്നം ഉടലെടുത്തത്. ചെച്നിയയിൽ നിന്ന് റഷ്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്നും 2ാം ചെച്ചൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നുമായിരുന്നു തീവ്രവാദികളുടെ ആവശ്യം. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ് ഈ ബന്ദിയാക്കലിലും പുറത്തു വന്നത്. 912 പേരെയാണ് അന്ന് അക്രമികൾ ബന്ദികളാക്കിയത്. വിദേശ പൗരന്മാരും അന്ന് ആ ഹാളിൽ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഓസ്ട്രേലിയ, ജോർജിയ, ജർമ്മനി, നെതർലാൻഡ്സ്, ഉക്രൈൻ, UK, US എന്നിങ്ങനെയുള്ള 14 രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അവർ. അവരുടെ പാസ്പോർട്ട് കാണിക്കുകയാണെങ്കിൽ റഷ്യക്കാരല്ലാത്ത എല്ലാവരെയും വിട്ടയക്കുമെന്ന് തീവ്രവാദികൾ അറിയിച്ചിരുന്നു. തിയേറ്ററിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നു. ചില സ്ത്രീകൾ ചാവേറുകളായി. സൈന്യം അക്രമികൾക്കെതിരെ തിരിച്ചടിച്ചാൽ തിയേറ്റർ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അക്രമികൾ അതൊക്കെയും ചെയ്തത്. 3 ദിവസത്തോളം അനിശ്ചിതത്വം നിലനിന്നു. അക്രമികളെ കീഴടക്കാൻ പോലീസിന് സാധിച്ചില്ല. എങ്ങനെയാണ് ബന്ദികളെ മോചിപ്പിക്കുക എന്നും അക്രമികളെ കീഴടക്കുക എന്നും അങ്കലാപ്പിലായ ഭരണകൂടം ഒടുവിൽ കണ്ടെത്തിയ പോംവഴി അല്പം സാഹസികമായിരുന്നു. ഒരു പ്രത്യേകതരം വാതകം തിയേറ്ററിനുള്ളിലേക്ക് കടത്തിവിട്ട് ഭീകരരെ ബോധരഹിതരാക്കുക എന്നതും ബന്ദികളെ മോചിപ്പിക്കുക എന്നതുമായിരുന്നു അത്. ഓപ്പറേഷൻ വിജയകരമായിരുന്നുവെങ്കിലും അതിന്റെ അനന്തരഫലം വലുതായിരുന്നു. വാതകം ശ്വസിച്ച് 130-ൽ-അധികം ബന്ദികളും കൊല്ലപ്പെട്ടു. ആരെയാണോ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് അവരെ കൂടി ഇല്ലാതാക്കിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഇങ്ങനെയൊരു ബന്ദി പ്രതിസന്ധി ഉണ്ടായി 2 വർഷത്തിനുള്ളിൽ തന്നെയാണ് സ്കൂൾ ഉപരോധവും സംഭവിച്ചത്. മുൻപാഠം ഉണ്ടായിരുന്നിട്ടും ഇത്തരമൊരു പ്രതിസന്ധിയെ നേരിടുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു എന്നതാണ് ഇതിനെതിരെ ഉയർന്ന കടുത്ത വിമർശനം. തിയേറ്റർ ഉപരോധത്തിൽ തങ്ങൾ പരാജയപ്പെട്ട മാർഗം മനസ്സിലാക്കിയ അക്രമികൾ അത് ആവർത്തിക്കാതിരിക്കാൻ ആദ്യം ചെയ്തത് സ്കൂൾ കെട്ടിടത്തിന്റെ ജനാലകളുടെ ചില്ലുകൾ തകർക്കുകയായിരുന്നു. ഇതിനു പുറമെ കെട്ടിടത്തിനു ചുറ്റും കുഴിബോംബുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പോലീസിനു മുൻപിൽ അവർ ഉയർത്തിയ മറ്റൊരു ഭീഷണി, ഭീകരരിൽ ആരെയെങ്കിലും കൊന്നാൽ അവരുടെ ജീവന് പകരമായി ബന്ദികളിൽ 50 പേരെ കൊല്ലുമെന്നും അക്രമികളെ പരിക്കേൽപ്പിച്ചാൽ അവർക്ക് പകരം 20 ബന്ദികളെ കൊല്ലും എന്നുമായിരുന്നു. ഇതോടെ പോലീസും പട്ടാളവും അത്യന്തം നിസ്സഹായ അവസ്ഥയിലായി. ഇതിനു പുറമെ മറ്റൊരു നിബന്ധന കൂടി അക്രമികൾ മുന്നോട്ട് വെച്ചു. ഒസഷ്യയുടെ പ്രസിഡന്റ് അലക്സാണ്ടർ സസഗോവ് തങ്ങളുമായി ചർച്ച നടത്താൻ എത്തുന്നതുവരെ ബന്ദികൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും നിരോധിക്കപ്പെട്ടിരിക്കുന്നുവെന്നായിരുന്നു. ഇത്തരമൊരു ദയനീയ സാഹചര്യത്തിൽ കൊച്ചുകുട്ടികൾക്ക് ദാഹമടക്കാൻ സ്വന്തം മൂത്രം വരെ കുടിക്കേണ്ട ഗതികേടുണ്ടായി. അക്രമികൾ മുന്നോട്ട് വെച്ച നിബന്ധനയിലെ പ്രധാനപ്പെട്ട കാര്യം അലക്സാണ്ടർ സൊസഗോവുമായുള്ള കൂടിക്കാഴ്ച ആയിരുന്നുവല്ലോ. ആരാണ് അലക്സാണ്ടർ സസഗോവ്? റഷ്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും ഭരണകർത്താവുമായിരുന്നു അദ്ദേഹം. സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലത്തും റഷ്യൻ ഫെഡറേഷനിലും ഒന്നുപോലെ സജീവമായിരുന്ന അദ്ദേഹം ഈ സംഭവം നടക്കുമ്പോൾ നോർത്ത് ഒസഷ്യയുടെ പ്രസിഡന്റായിരുന്നു. റഷ്യൻ സർക്കാരുമായി ബന്ധപ്പെട്ട് നിരവധി ഉന്നത പദവികൾ അലങ്കരിച്ച അദ്ദേഹം 2005-ലാണ് മരണമടഞ്ഞത്. ബസ്ലാൻ ദുരന്തം കൈകാര്യം ചെയ്ത കാര്യത്തിൽ അദ്ദേഹം പരാജയമായിരുന്നുവെന്നാണ് പൊതു നിഗമനം. ഇതിന്റെ പേരിൽ അലക്സാണ്ടർ കടുത്ത വിമർശനത്തിനും വിധേയമായിട്ടുണ്ട്. വീണ്ടും നമുക്ക് ബന്ദിയാക്കൽ സംഭവത്തിലേക്ക് പോകാം.
ബന്ദികളെ മോചിപ്പിക്കാൻ ബലപ്രയോഗം നടത്തില്ലെന്ന് സർക്കാരിന് ഈ സാഹചര്യത്തിൽ പ്രഖ്യാപിക്കേണ്ടി വന്നു. പക്ഷേ സമാധാനപരമായ പരിഹാരത്തിനായുള്ള ചർച്ചകൾ അപ്പോഴെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. റഷ്യയുടെ അഭ്യർത്ഥന പ്രകാരം അന്നേ ദിവസം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുകയും എല്ലാ ബന്ദികളെയും ഉടനടി നിരുപാധികം വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതുപോലെ US പ്രസിഡന്റ് ജോർജ് W. ബുഷ് റഷ്യയ്ക്ക് ഏത് വിധത്തിലുള്ള സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. അനന്തരം സന്ധിയായി ഉഷസായി രണ്ടാം ദിവസം പിറന്നു. സമാധാന ശ്രമങ്ങൾ വിജയം കാണാതെ പോയതോടെ ബന്ദികളുടെയും അവരുടെ പ്രിയപ്പെട്ടവരുടെയും മാത്രമല്ല റഷ്യയുടെ മുഴുവൻ മനസ്സുകൾ അസ്വസ്ഥമായി. ഇനി എന്ത് സംഭവിക്കും എന്ന ഭീതി അവരെ ഇരുളിലാഴ്ത്തി. റഷ്യ അപ്പോഴും ബന്ദികളുടെ എണ്ണം വളരെ കുറച്ചു മാത്രമാണ് കാണിച്ചിരുന്നത്. ഇതാകട്ടെ ബന്ദികളെ പ്രകോപിതരാക്കുകയും ബന്ദികളോട് മോശമായി പെരുമാറുന്നതിന് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പ്രസിഡന്റ് പുടിന്റെയും റഷ്യയിലെ ഉന്നത രാഷ്ട്രീയ അധികാരികളുടെയും നിശബ്ദതയും ജനങ്ങളെ പ്രകോപിപ്പിച്ചു. ഈ സമയം ജോർദാനിലെ അബ്ദുള്ള രാജാവ് മോസ്കോയിലെത്തി പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ബന്ദികളായവരുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുക എന്നതിൽ മാത്രമാണ് തങ്ങളുടെയും സേനയുടെയും ലക്ഷ്യമെന്ന് പുടിൻ വ്യക്തമാക്കുകയും ചെയ്തു. അതുമാത്രമായിരുന്നു പുടിന്റെ ഏക പരസ്യ പ്രസ്താവന. പുടിന്റെ നിശബ്ദത അനേകരെ അസ്വസ്ഥരാക്കിയ രണ്ടാം ദിവസം പ്രതിഷേധക്കാർ സ്കൂൾ കോമ്പൗണ്ടിൽ തടിച്ചുകൂടുകയും കൂടുതൽ ബന്ദികളുണ്ട്, 800 പേരെങ്കിലും എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ഞങ്ങളുടെ കുട്ടികളെ മോചിപ്പിക്കുക, അക്രമികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും അഭാവം ബന്ദികളെ ഇതിനകം കൂടുതലായി ബാധിച്ചു കഴിഞ്ഞിരുന്നു. പലരും ബോധരഹിതരായി നിലംപതിച്ചു. അന്തരീക്ഷത്തിൽ കഠിനമായ ചൂടായിരുന്നു. അതുപോലെ സ്കൂൾ കെട്ടിടത്തിനുള്ളിലും ചൂട് സഹിക്കാനാവാതെ കുട്ടികൾ തങ്ങളുടെ വസ്ത്രം ഊരിമാറ്റി. ഇത് പിന്നീട് കുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ആരോപണത്തിന് ഇടവരുത്തി. രണ്ടാം ദിവസം ഉച്ചയായതോടെ ഇംഗുഷേഷ്യയുടെ മുൻ പ്രസിഡന്റ് റുസ്ലാൻ ഒഷേവിനെ സ്കൂൾ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാനും മുലയൂട്ടുന്ന സ്ത്രീകളെയും അവരുടെ കൈക്കുഞ്ഞുങ്ങളെയും വിട്ടയക്കുവാനും അക്രമികൾ തയ്യാറായി. എന്നാൽ മൂത്ത കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കൈക്കുഞ്ഞുങ്ങളുമായി അവിടം വിട്ടുപോകാൻ പല അമ്മമാരും തയ്യാറായില്ല. എത്രയോ ഹൃദയഭേദകമായ രംഗമായിരിക്കും അത് എന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. 2 or 3 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരാളെ മാത്രം എടുത്ത് ഒരമ്മയ്ക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച്, മരിക്കുന്നുണ്ടെങ്കിലും അത് ഒരുമിച്ച്. ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്താനേ പല അമ്മമാർക്കും കഴിയുമായിരുന്നുള്ളൂ. ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും ആ അവസരങ്ങളിലും ഇത്തരത്തിലുള്ള നിരവധി വൈകാരിക രംഗങ്ങളും അരങ്ങേറുകയുണ്ടായി. രണ്ടാം ദിവസവും ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കാതെ വരികയും പ്രതിസന്ധികൾ അനിശ്ചിതത്വത്തിൽ ആവുകയും ചെയ്തത് അക്രമികളെയും അസ്വസ്ഥരാക്കി. സമ്മർദ്ദങ്ങളും ഉറക്കമില്ലായ്മയും അവരെയും പ്രകോപിതരാക്കി. കുട്ടികളുടെ കരച്ചിൽ അവരെ രോക്ഷാകുലരാക്കി. കരച്ചിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും വെടിവെച്ചു കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. രണ്ടാം ദിവസം തീവ്രവാദികൾ സ്കൂളിന് പുറത്ത് 2 ഗ്രനേഡുകൾ പൊട്ടിക്കുകയും പോലീസ് വാഹനത്തിന് തീയിടുകയും ചെയ്തപ്പോഴും തിരിച്ചടിക്കാതെ സംയമനം പാലിക്കുകയാണ് സൈന്യം ചെയ്തത്. പ്രത്യേകമായി യാതൊന്നും സംഭവിക്കാതെ രണ്ടാം ദിവസവും കടന്നുപോയി. അനന്തരം സന്ധ്യയായി ഉഷസായി 3-ാം ദിവസം പുലർന്നു. അന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് 20 മൃതദേഹങ്ങൾ നീക്കം ചെയ്യാനും വെളിയിൽ കൊല്ലപ്പെട്ട തീവ്രവാദിയുടെ മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുവരാനും തീവ്രവാദികൾ ആജ്ഞാപിച്ചു. ഇതിനുശേഷം തെല്ലും വൈകാതെ സ്കൂൾ കെട്ടിടത്തിൽ വലിയൊരു സ്ഫോടനം നടന്നു. മുറിയിൽ തീ നിറഞ്ഞു. മേൽക്കൂര മുഴുവൻ തകർന്നു വീണു. അഗ്നിബാധയിൽ 160 പേർ കൊല്ലപ്പെട്ടു. അതായത് ബന്ദികൾ ആക്കപ്പെട്ടവരിൽ പാതിയോളം. സ്ഫോടനത്തിൽ സ്കൂളിന്റെ മതിലുകൾ തകർന്നു. അതിനാൽ ചില ബന്ദികൾക്ക് ഓടി രക്ഷപ്പെടാൻ അത് വഴിയൊരുക്കി. എന്നാൽ തീവ്രവാദികൾ അവരെ വെടിവെച്ചു കൊന്നു. വെടിവെപ്പും സ്ഫോടനങ്ങളും ആരംഭിച്ചതോടെ സൈന്യവും തിരികെ ആക്രമണം നടത്തി. ബന്ദികളെ മനുഷ്യ കവചങ്ങളാക്കിക്കൊണ്ടാണ് അക്രമികൾ സൈന്യത്തെ നേരിട്ടത്. അതിന്റെ ഫലമായി സൈന്യത്തിന്റെ തന്നെ വെടിയുണ്ടകളേറ്റ് ബന്ദികൾ കൊല്ലപ്പെട്ടു. ബോംബ് സ്ഫോടനവും പരസ്പരം വെടിവെപ്പും നിർബാധം തുടർന്നു. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ റഷ്യൻ സൈന്യം സ്കൂളിന്റെ ഭൂരിഭാഗവും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. എന്നാൽ വൈകുന്നേരം വരെ പോരാട്ടം തുടർന്നു. കെട്ടിടത്തിൽ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് അഗ്നിബാധയുണ്ടായപ്പോൾ അണയ്ക്കാൻ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നില്ല. അത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. അഗ്നിബാധ സംഭവിച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫയർഫോഴ്സ് എത്തിയത്. അതുപോലെ പരിക്കേറ്റ ബന്ദികളെ ആശുപത്രിയിൽ എത്തിക്കാനും കുറച്ച് ആംബുലൻസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും മരണസംഖ്യ വർദ്ധിപ്പിച്ചു. കൂടാതെ ആശുപത്രി കിടക്കകൾ, മരുന്നുകൾ, ന്യൂറോ സർജറി ഉപകരണങ്ങൾ എന്നിവയുടെ അപര്യാപ്തതയും ആവോളം ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ചിലരൊക്കെ മരണമടഞ്ഞത്. പാതിരാത്രി വരെ പോരാട്ടം തുടർന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ
ഒസേഷ്യയുടെ അതിർത്തികൾ അടച്ചുപൂട്ടാൻ പുടിൻ ഉത്തരവിട്ടു. പിറ്റേ ദിവസം തന്നെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് സൈന്യം കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നശിപ്പിച്ചു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടു. സെപ്റ്റംബർ 4 തന്നെ പലരുടെയും സംസ്കാര ശുശ്രൂഷകൾ നടന്നു. അതിൽ 120 പേരെ ഒരുമിച്ചാണ് അടക്കം ചെയ്തത്. പ്രദേശത്തെ സെമിത്തേരിയിൽ ഇത്രയും മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിൽ സ്ഥലപരിമിതി പ്രധാന പ്രശ്നമായിരുന്നു. ഉപരോധം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷവും 150 പേരെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. പരിക്കേറ്റ് ചികിത്സയിലായിരുന്നവരിൽ ചിലർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വേറെ ചിലർ ചികിത്സ ഫലപ്രദമാകാതെ മരണത്തിന് കീഴടങ്ങി. വേറെ ചിലർ മോചിതരായിട്ടും സംഘർഷവും സ്ട്രെസ്സും താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തു. പരിക്കേറ്റവരെ കാണാൻ ആശുപത്രികളിൽ പുടിൻ പോയിയെങ്കിലും അദ്ദേഹം കുടുംബാംഗങ്ങളെ കണ്ടില്ല എന്നതിന്റെ പേരിൽ രൂക്ഷ വിമർശനത്തിന് വിധേയമായി. രോഗികളെ സന്ദർശിക്കാൻ കുടുംബാംഗങ്ങളെയും അനുവദിച്ചിരുന്നില്ല. കൂടാതെ ഡോക്ടേഴ്സിന് ചികിത്സാ സംബന്ധമായ വിവരങ്ങൾ പുറത്തുവിടാൻ അനുവാദവും ഉണ്ടായിരുന്നില്ല. സെപ്റ്റംബർ 6, 7 തീയതികളിലായി റഷ്യയിൽ ദുഃഖാചരണം നടത്തി. ദുഃഖാചരണത്തിന്റെ 2ാം ദിവസം മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ തീവ്രവാദത്തിനെതിരെ സർക്കാർ സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്തത് 1,35,000 ആളുകളായിരുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഏകദേശം 40,000 പേരാണ് പങ്കെടുത്തത്. ഈ സംഭവത്തിന് ശേഷം റഷ്യയിൽ കൂടുതൽ സുരക്ഷാ നടപടികൾ നടപ്പിലാക്കി തുടങ്ങി. മതിയായ രേഖകളില്ലാത്ത 10,000-ഓളം പേരെ സംശയാസ്പദമായി പോലീസ് പിടികൂടുകയും അവരെ ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ചെച്ചനിയയിലെ ഒരു വിഭാഗം ആളുകളെ പോലും സ്കൂൾ ഉപരോധം അപമാനിതരാക്കി. തങ്ങളുടെ ആളുകൾ നിരവധി കുട്ടികളെ കൊന്നൊടുക്കിയെന്ന് പുറം ലോകം അറിയുന്നത് തങ്ങളെ മൃഗങ്ങളും രാക്ഷസ തുല്യരുമാക്കിയത് അവർ ഖേദത്തോടെയാണ് മനസ്സിലാക്കിയത്. സെപ്റ്റംബർ 7-ാം തീയതി ആയപ്പോഴേക്കും മരണസംഖ്യയുടെ കാര്യത്തിൽ വ്യക്തത വന്നു. 156 കുട്ടികൾ ഉൾപ്പെടെ 334 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് റഷ്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 200-ലധികം പേർ പൊള്ളലേറ്റാണ് മരിച്ചത്. 100-ലധികം പേർ ജീവനോടെ കത്തിക്കരിയുകയായിരുന്നു. എങ്കിലും മരണസംഖ്യയുടെയും കുട്ടികളുടെ എണ്ണത്തിന്റെയും കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത തുടരുന്നുണ്ട്. ഈ ദുരന്തത്തിനിരകളായ ഏതാനും ചില കുട്ടികളെ കുറിച്ച് കൂടി പറയാം. ഗസാനാണ് അതിലൊന്ന്. സ്പോർട്സിനോട് ഇഷ്ടമുള്ള 14-കാരനായിരുന്നു ഗസാൻ. നല്ല ഓട്ടക്കാരനും ചാട്ടക്കാരനും സമർത്ഥനുമായ കുട്ടിയായിരുന്നത് കൊണ്ട് ബന്ദികളാക്കപ്പെട്ട കുട്ടികളിൽ നിന്ന് ഗസാൻ രക്ഷപ്പെട്ടു വരുമെന്നാണ് മാതാപിതാക്കൾ കരുതിയത്. 100 കണക്കിന് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളായി തങ്ങളുടെ ഗസാനും ഉണ്ടാവും എന്നാണ് അവർ കരുതിയത്. എങ്കിലും നിരാശയായിരുന്നു ഫലം. 100 കണക്കിന് പേർക്കൊപ്പം കൊല്ലപ്പെടാനായിരുന്നു അവന്റെ വിധി. അവൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവന്റെ ഫോട്ടോകളും അവൻ വരച്ച ചിത്രങ്ങളും മനോഹരമായി ക്രമീകരിച്ച് അവൻ ജീവിച്ചിരുന്ന മുറി ഇന്ന് ഒരു സ്മാരകം പോലെ സൂക്ഷിക്കുകയാണ് അവന്റെ വീട്ടുകാർ. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു 11-കാരനായ ഘോഷ. ആ കുട്ടിയുടെ ശരീരത്തെ തുളച്ചാണ് വെടിയുണ്ടകൾ പാഞ്ഞുപോയത്. എന്നിട്ടും അവയ്ക്ക് അവന്റെ ജീവൻ അപഹരിക്കാൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തിന് ശേഷം പഠിക്കാനോ സ്കൂളിൽ പോകാനോ കഴിയാതെ അതീവ സമ്മർദ്ദത്തിലായി പോയി ഘോഷ. 2004 സെപ്റ്റംബർ 15-ന് 8-ാം പിറന്നാൾ ആഘോഷിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ മരണമടഞ്ഞവളായിരുന്നു ക്രിസ്റ്റീന. വീട്ടിൽ ജന്മദിനത്തിന്റെ എല്ലാ ആഘോഷങ്ങൾക്കും തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരുന്നപ്പോഴായിരുന്നു ഈ അനിഷ്ടമായ സംഭവം നടന്നതും അതിൽ ക്രിസ്റ്റീന കൊല്ലപ്പെട്ടതും. ഇങ്ങനെ എത്രയെത്ര കുട്ടികളാണ് അന്ന് ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടു പോയത്. ഈ ദുരന്തത്തിന്റെ 10 വർഷം പൂർത്തിയാക്കിയപ്പോൾ സ്കൂൾ ഉപരോധത്തിലെ ഇരകളെ അനുസ്മരിക്കാൻ ഓഗസ്റ്റ് 20-ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബസ്ലാൻ സ്കൂള് സന്ദർശിച്ചിരുന്നു. 186 കുട്ടികൾ ഉൾപ്പെടെ 330 ഇരകളിൽ 250-ലധികം പേരെ അടക്കം ചെയ്തിരിക്കുന്ന സ്മാരകത്തിൽ പുടിൻ പുഷ്പങ്ങൾ അർപ്പിക്കുകയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് സ്കൂൾ നമ്പർ 1 ഒരു സ്മാരകമാണ്. ഭീകരതയുടെ ഇരകൾ എപ്പോഴും സാധാരണ മനുഷ്യരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരകം. രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും യുദ്ധപ്രിയരായ നേതാക്കളും ചേർന്ന് ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെ പോലും കരുക്കളാക്കുന്നുവെന്നതിന്റെ സ്മാരകം. സ്മാരകത്തിന്റെ മതിലുകളിൽ ഇപ്പോഴും ബുള്ളറ്റുകളുടെ ചിഹ്നങ്ങളുണ്ട്. കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളുണ്ട്. അവർക്ക് കിട്ടാതെ പോയ വെള്ളത്തിന്റെ പ്രതീകമായി വെള്ളക്കുപ്പികളും ഉണ്ട്. മനുഷ്യരാശിയുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായിട്ടാണ് ബസ്ലൻ സ്കൂൾ ഉപരോധം കണക്കാക്കപ്പെടുന്നത്. കേവലം ഒരു ബന്ദി പ്രശ്നം മാത്രമായും നമുക്ക് ഇതിനെ കണക്കാക്കാൻ ആവില്ല. വലിയൊരു മാനുഷിക ദുരന്തമായിട്ടാണ് ചരിത്രം ഈ ബന്ദിയാക്കലിനെ വിശേഷിപ്പിക്കുന്നത്. വിടരും മുൻപേ കൊഴിഞ്ഞുപോയ കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്കും ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കാം.